ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതുപോലെയുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്ത് അതിലേക്ക് നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യാം. ഇൻസേർട്ട് ടാബിൽ നിന്നും പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് സ്റ്റോക്ക് ഇമേജസ് സെലക്ട് ചെയ്യുന്നു. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഇമേജ് ഇതിലേക്ക് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാം. ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് സെലക്ട് ചെയ്യുന്നു. ഈ ഇമേജ് നമ്മുടെ സ്ലൈഡ് ഫുള്ളായി കവർ ചെയ്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യുകയാണ്. ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് അതിനാവശ്യമുള്ള ഫോണ്ടും സൈസും സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്ത് അതിൻ്റെ കളർ വൈറ്റ് സെലക്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഒരു ഡിസ്ക്രിപ്ഷനും ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇനി ഞാൻ ആദ്യം ആഡ് ചെയ്ത ഇമേജ് ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതിനായി Ctrl+D എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനെ ആദ്യത്തെ ഇമേജിന്റെ അതേ പൊസിഷനിൽ തന്നെ അറേഞ്ച് ചെയ്യുകയാണ്. ഇനി ഇവിടെ പിക്ചർ ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും റിമൂവ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു. മാർക്ക് ഏരിയാസ് ടു കീപ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് നൽകാം. വളരെ ശ്രദ്ധയോടെ നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രമൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ കുറച്ച് ഭാഗം നമുക്ക് ആവശ്യമുള്ളത് കട്ടായിട്ടുണ്ട്. സോ അതിനെ ഞാനിവിടെ മാർക്ക് ഏരിയാസ് ടു റിമൂവ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ഇവിടെ ഒരു ലൈൻ വരച്ച് നൽകുകയാണ്. സോ ആ ഒരു ഭാഗവും ഏകദേശം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കീപ് ചേഞ്ചസ് എന്നുള്ള ഈ ഒരു ടിക്ക് മാർക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ ഇമേജിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഈ സ്ലൈഡിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. ഈ ഇമേജ് ഒന്ന് മൂവ് ചെയ്തതിന് ശേഷം ഈ ടെക്സ്റ്റ് ബോക്സ് മാത്രം സെലക്ട് ചെയ്ത് അതിനെ ഞാൻ മൂവ് ചെയ്ത് ഇതുപോലെ സ്ലൈഡ് ഏരിയയ്ക്ക് പുറത്തേക്ക് മാറ്റി വെക്കുന്നു. ശേഷം നമ്മുടെ ഇമേജിനെ പഴയ രീതിയിലേക്ക് തന്നെ അറേഞ്ച് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ സ്ലൈഡിൽ വീണ്ടും ഞാൻ ഈ ഇമേജിനെ ഒന്ന് അല്പം മൂവ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ ആദ്യത്തെ ഹെഡിങ് ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്ത് അതിനെ അല്പം മൂവ് ചെയ്ത് ഈ ഒരു രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്ത് ഇതിനെ ഞാൻ ഷേപ്പ് ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും ബ്രിങ് ടു ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കും. അതിനുശേഷം വീണ്ടും ഈ ഇമേജിനെ സെലക്ട് ചെയ്ത് പഴയ രീതിയിൽ തന്നെ ഒന്ന് കൃത്യമായി അറേഞ്ച് ചെയ്തെടുക്കും. ഇനി നമുക്ക് ഈ രണ്ട് സ്ലൈഡുകളും സെലക്ട് ചെയ്ത് ട്രാൻസിഷൻ അപ്ലൈ ചെയ്യാം. ട്രാൻസിഷൻസ് എന്ന ടാബിൽ നിന്നും മോർഫ് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ആദ്യത്തെ സ്ലൈഡ് സെലക്ട് ചെയ്ത് ഇവിടെ സ്ലൈഡ് ഷോ അപ്ലൈ ചെയ്യുന്നു. ഒന്നാമത്തെ സ്ലൈഡിൽ നിന്നും രണ്ടാമത്തെ സ്ലൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസിയായി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഈ ആനിമേഷൻ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എത്ര സ്ലൈഡുകൾ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അതുവഴി നമ്മുടെ പവർ പോയിന്റ് പ്രസന്റേഷനെ കുറച്ചുകൂടി മനോഹരമാക്കി നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.